ഹായ് ഹലോ വെൽക്കം ടു നോവ സാപ്പിയൻസ് ലേൺ ടുഡേ ലീഡ് ടുമാറോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നീതി ആയോഗാണ്. ഇപ്പോൾ ഉള്ള PSCയുടെ കറണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 90% ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും നീതി ആയോഗിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് സ്റ്റേറ്റ്മെൻ്റ് ആവാം, വൺ വേർഡ് ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, NITI. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ് നിലവിൽ വരുന്നത് 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികൾക്കും പകരമായാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികൾക്കും പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? അതായത് പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്നറിയാമോ? നെഹ്റു ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇത് പിരിച്ചുവിടുന്നത് 2014 ഓഗസ്റ്റ് 17-നാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടുന്നത്. അങ്ങനെയാണ് 2015 ജാനുവരി 1-ന് നീതി ആയോഗ് നിലവിൽ വരുന്നത്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്, ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹി. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അത് എപ്പോഴും എന്തായിരിക്കും? പ്രധാനമന്ത്രി തന്നെയായിരിക്കും ഇതിൻ്റെ അധ്യക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റും കറൻ്റ്ലി നമ്മുടെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. ആദ്യത്തെ അധ്യക്ഷനും ആര് തന്നെയായിരുന്നു? നരേന്ദ്രമോദി തന്നെയായിരുന്നു. നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും ആരാണ്? നരേന്ദ്രമോദിയാണ്. മാക്സിമം ഗവേണൻസ്, മിനിമം ഗവൺമെൻറ് എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. മാക്സിമം ഗവേണൻസ്, മിനിമം ഗവൺമെൻറ് എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ടീം ഇന്ത്യ എന്ന ടൈറ്റിലിൽ നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. ടീം ഇന്ത്യ എന്ന ടൈറ്റിലിൽ നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8-നാണ്. എന്നാണ്? 2015 ഫെബ്രുവരി 8-നാണ്. നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയാണ്. ആരാണ്? അരവിന്ദ് പനഗരിയ. ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ഈ അരവിന്ദ് പനഗരിയനെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അരവിന്ദ് പനഗരിയ ആരാണ്? ഇപ്പോഴത്തെ നിലവിലെ ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. ആരാണ്? ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അശോക് കുമാർ ലഹരിയാണ്. അശോക് കുമാർ ലഹരിയാണ് ആര്? നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് CEO ആരായിരുന്നു? നീതി ആയോഗിൻ്റെ ഫസ്റ്റ് CEO എന്ന് പറയുന്നത് സിന്ധുശ്രീ ഖുള്ളർ ആയിരുന്നു. ആരാ? സിന്ധുശ്രീ ഖുള്ളർ. ഇപ്പോഴത്തെ CEO ആരാണ്? അനുരാഗ് ജെയിനാണ്. അനുരാഗ് ജെയിനാണ് നിലവിലെ CEO എന്ന് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അടുത്താണ് ഈ ഉപാധ്യക്ഷനും CEO ഒക്കെ മാറിയത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. സോ ശ്രദ്ധിക്കുക. നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അശോക് കുമാർ ലഹരിയും CEO എന്ന് പറയുന്നത് അനുരാഗ് ജെയിനും ആണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയാണ് ഗവേണിംഗ് കൗൺസിൽ എന്നറിയപ്പെടുന്നത്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയാണ് ഗവേണിംഗ് കൗൺസിൽ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് ആൻഡ് പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? നീതി ആയോഗാണ്. അപ്പോൾ നീതി ആയോഗിനെ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ തിങ്ക് ടാങ്ക്, പോളിസി കമ്മീഷൻ, ഈ രണ്ട് പേരിലും നീതി ആയോഗ് അറിയപ്പെടുന്നുണ്ട്. ഇതെന്താണ്? നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണിത്. തിങ്ക് ടാങ്ക് ആൻഡ് പോളിസി കമ്മീഷൻ കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? നീതി ആയോഗ് ഇന്ന് നിലവിൽ വന്നു, അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, CEO, ഹെഡ് ഓഫീസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയാസാണ്.
ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ ഏരിയയിലേക്ക് പോവുകയാണ്. നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നമുക്ക് 4 പ്രധാന തലങ്ങളായിട്ട് തരംതിരിക്കാം. നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് 4 പ്രധാന തലങ്ങളായി തരംതിരിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. നയവും പ്രോഗ്രാം ചട്ടക്കൂടും. നയവും പ്രോഗ്രാം ചട്ടക്കൂടും. സഹകരണ അധിഷ്ഠിതവും മത്സരാധിഷ്ഠിതവുമായ ഫെഡറലിസം. ഇതൊക്കെ ഓരോ കീവേഡ് വെച്ചിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. സഹകരണ അധിഷ്ഠിതവും മത്സരാധിഷ്ഠിതവുമായ ഫെഡറലിസം. നിരീക്ഷണവും വിലയിരുത്തലും. തിങ്ക് ടാങ്ക് നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്. അപ്പോൾ എന്തൊക്കെയാണ്? നയവും പ്രോഗ്രാം ചട്ടക്കൂടും, സഹകരണ അധിഷ്ഠിതവും മത്സരാധിഷ്ഠിതവുമായ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും, തിങ്ക് ടാങ്ക് നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്. നെക്സ്റ്റ്, നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ ദേശീയ വികസനം, മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയോടുള്ള കാഴ്ചപ്പാട് വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ ദേശീയ വികസനം, മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയോടുള്ള കാഴ്ചപ്പാട് വികസിപ്പിക്കുക. ശക്തമായ സംസ്ഥാനങ്ങൾ ശക്തമായ ഒരു രാഷ്ട്രമാണെന്ന് തിരിച്ചറിഞ്ഞ് തുടർച്ചയായി സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും സഹകരണ ഫെഡറലിസം വളർത്തുക. ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് ക്രമേണ ഇവ കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് ക്രമേണ ഇവ കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. ദേശീയ സുരക്ഷയുടെ താൽപ്പര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്ന മേഖലകളിൽ ഉറപ്പാക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ദേശീയ സുരക്ഷയുടെ താൽപ്പര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്ന മേഖലകളിൽ ഉറപ്പാക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാൻ സാധ്യതയില്ലാത്ത നമ്മുടെ സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. ഈ 2 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാന പങ്കാളികൾ ദേശീയ അന്തർദേശീയ സമാന ചിന്താഗതിക്കാരായ തിങ്ക് ടാങ്കുകൾ, വിദ്യാഭ്യാസ നയ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഉപദേശം നൽകുന്നതിനും ശക്തമായ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലകൊള്ളുക. ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റു പങ്കാളികൾ എന്നിവരടങ്ങുന്ന ഒരു സഹകരണ കൂട്ടായ്മയിലൂടെ അറിവും നവീകരണവും സംരംഭകത്വ പിന്തുണ സംവിധാനവും സൃഷ്ടിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. വികസന അജണ്ടകൾ നടപ്പിലാക്കുന്നത് ത്വരിതപ്പെടുത്തുന്നതിന് ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുക. തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങളും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനും അവയുടെ പുരോഗതിയും ഫലപ്രാപ്തിയും നിരീക്ഷിക്കാനും നിരീക്ഷണത്തിലൂടെയും ഫീഡ്ബാക്കിലൂടെയും പഠിച്ച പാഠങ്ങൾ, ആവശ്യമായ പുനഃക്രമീകരണം, തിരുത്തലുകൾ ഉൾപ്പെടെ നൂതനമായ മെച്ചപ്പെടുത്തലുകൾക്കായി പ്രവർത്തിക്കുക. അത്യാധുനിക റിസോഴ്സ് സെൻ്റർ നിലകൊള്ളുകയും സുസ്ഥിരവും തുല്യവുമായ വികസനത്തിലെ നല്ല ഭരണത്തെയും മികച്ച പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ ഒരു ശേഖരമായിരിക്കുക. അതോടൊപ്പം അവ ഓഹരി ഉടമകൾക്ക് പ്രചരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുക. ഫലപ്രാപ്തിയും ലക്ഷ്യസാധ്യതയും ഡെലിവറി വ്യാപ്തിയും ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ വിഭവങ്ങളുടെ തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളുടെയും സംരംഭങ്ങളുടെയും നടപ്പാക്കൽ സജീവമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. പ്രോഗ്രാമുകളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതിക നവീകരണത്തിലും
കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒന്നുകൂടെ വായിക്കാം. പ്രോഗ്രാമുകളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതിക നവീകരണത്തിലും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദേശീയ വികസന അജണ്ടയും മുകളിൽ സൂചിപ്പിച്ച ലക്ഷ്യങ്ങളും നടപ്പിലാക്കുന്നതിന് ആവശ്യമായ മറ്റു പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. കുറച്ചധികം ഉണ്ട്. 1-2 തവണ എന്ത് ചെയ്യുക, റിപ്പീറ്റായിട്ട് കേൾക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒരു 2-3 തവണ വായിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താവും, കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നിലവിൽ വന്നു, ആരാണ് ചെയർമാൻ, കറൻറ്റ് CEO ആരാണ്, ഉപാധ്യക്ഷൻ ആരാണ്, എന്തിന് പകരമായിട്ടാണ് വന്നത്, അതുപോലെ തന്നെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് എല്ലാ പോയിൻറ്റ്സും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.